എണീറ്റ് നിൽക്കണം. ഇവനാണ് സാർ ഗാർമെന്റ്സിൽ കയറി വന്ന് മോഷണം നടത്തിയിട്ട് കുറ്റം പാർവതിയുടെ തലയിൽ കെട്ടിവെച്ചത്. എന്നോട് പറഞ്ഞതല്ല, സാറിനോട് കൂടെ പറയടാ. ഞാനൊരു ഗാർമെന്റ്സ് ജോലി ചെയ്തോണ്ടിരുന്നതാ. ജോലി നഷ്ടപ്പെട്ടപ്പോ ജീവിക്കാൻ വരെ വഴിയില്ലാതായി. അപ്പോഴാ രഘു ഫോണിൽ വിളിച്ചിട്ട് ഈ ജോലി ഏൽപ്പിക്കുന്നത്. രഘു നിന്നോട് എന്താ പറഞ്ഞെന്ന് വ്യക്തമായിട്ട് സാറിന് പറഞ്ഞു കൊടുക്ക്. അവിടെയും ഇവിടെയുമായി കുറച്ച് ഡ്രസ്സ് എടുത്ത് വെക്കും. നീ അത് മോഷ്ടിക്കുന്നതായിട്ട് അഭിനയിക്കണം. ആരെങ്കിലും കാണുന്നത് വരെ നീ അഭിനയിച്ചു കൊണ്ടിരിക്കണം. ആരെങ്കിലും കണ്ട പാർവതി പറഞ്ഞിട്ടാണ് നീ ഇവിടെ വന്നതെന്നും അവളാണ് ഇതെല്ലാം മോഷ്ടിക്കാനുള്ള സംവിധാനം ചെയ്തതെന്നും ഇത് വിറ്റ് കിട്ടുന്നതിൽ പകുതി കാശ് അവൾക്കാണെന്നും നീ പറയണമെന്നും പറഞ്ഞ രഘു എന്നെ ഈ ജോലി ഏൽപ്പിച്ചത്. എന്റെ ഗാർമെന്റ്സ് കയറിയാ നീ ചെറ്റത്തരം കാണിച്ചത് അറിയോ നിനക്ക്? വേണ്ട സാർ, ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സാറ് കൂടി കൈവച്ചാ ഇവൻ ചത്തു. പ്രിയ, ആരേ രഘു? കരുണാകരൻ സാറിന്റെ ഒരു അസിസ്റ്റന്റ് ഇല്ലേ, അവനാ സർ. പാർവതി ഗാർമെന്റ്സ് നിന്ന് പുറത്താക്കാൻ വേണ്ടിയായിരിക്കില്ലേ അവനത് ചെയ്യിച്ചത്? പാർവതിയോട് അവൻ എന്തായിരിക്കും എത്ര പക? അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് കരുണാകരനാണെന്നും കരുണാകരന് പാർവതിയോട് പകയുണ്ടെന്നും ഞാൻ എങ്ങനെയാ സാറിനോട് പറയുക? അത് തെളിയിക്കാനുള്ള ഒരു തെളിവും എന്റെ കയ്യിലില്ലല്ലോ. ഞാൻ ചോദിച്ചതിന് പ്രിയ മറുപടി പറഞ്ഞില്ല. രഘുവിന് പാർവതിയോട് എന്താ എത്ര പകയെന്നല്ലേ? അതെനിക്കും അറിയില്ല സർ. ഇവൻ പറഞ്ഞത് മുഴുവൻ വിശ്വസിച്ച് കരുണാകരൻ സാറും മുക്താ മേഡവും പാർവതിയെ ഗാർമെന്റ്സിൽ നിന്ന് പുറത്താക്കിയിരിക്കുക. അവളൊരു പാവമാണ് സർ. ജീവിക്കാൻ വേണ്ടിയാ അവൾ ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത്. ഇനി അവൾക്ക് വേറൊരു ഗാർമെന്റ്സിലും ജോലി കിട്ടില്ല സർ. കള്ളി എന്ന് ചീത്തപ്പേരുള്ളവർക്ക് ആരെങ്കിലും ജോലി കൊടുക്കോ? അവളുടെ കുടുംബം പട്ടിണിയായി പോവും സർ. കരഞ്ഞുകൊണ്ട അവൾ ആ ഗാർമെന്റ്സിന്റെ ഗേറ്റ് കടന്നു പോയത്. 4 വയറുകൾ ഇനി എങ്ങനെ പോറ്റുമെന്ന ആ കരച്ചിലിന്റെ അർത്ഥം. ഒരു കുറ്റവും ചെയ്യാത്ത അവള് ഇത്രയും വലിയൊരു ശിക്ഷ അനുഭവിക്കേണ്ടി വരരുത് സർ. സാറിന് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. എല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് സാർ അവളോട് ദയ കാണിക്കണം. പ്രിയം പറഞ്ഞു ശരിയാ. രഘുവിന്റെ ചതിയിൽപ്പെട്ട് അവളുടെ ജീവിതവും ഭാവി ഇല്ലാതാവരുത്. അവളിപ്പോ എവിടെ ഉണ്ടാവും? ഹോസ്റ്റലിലുണ്ടാവും സർ. വേറെ എവിടെ പോകാനാ? ഇവനെ വിടരുത്. ഞാൻ പോയി പാർവതി കൂട്ടിക്കൊണ്ടുവരാം.